ശ്രീ അജാസ് മുഹമ്മദ് വിദ്യാഭ്യാസ വിദഗ്ധൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അജാസ് മുഹമ്മദ്, സ്വാഗതം. സർക്കാർ ആദ്യം ആ ദിവസം തന്നെ സിംഗിൾ ബെഞ്ചിന്റെ വിധി തിരിച്ചടിയായ ദിവസം തന്നെ അപ്പീൽ പോകാൻ തീരുമാനിച്ച് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു. പക്ഷേ അവിടെ ഒരു തിരിച്ചടി ഏറ്റപ്പോൾ സർക്കാർ പിന്നീട് നിയമ നടപടികളിലേക്ക് പോകാതിരുന്നത് ഈ പ്രവേശന നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതുണ്ട്, വീണ്ടും നിയമ നടപടികളിലേക്ക് പോയാൽ അത് ഈ പ്രവേശന നടപടികളെ ബാധിക്കുമെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ തന്നെ ഇപ്പോൾ നിയമ പോരാട്ടത്തിന് പോകുമ്പോൾ ആദ്യം ഉയർന്ന സംശയം ഇത് ഇപ്പോഴത്തെ പ്രവേശന നടപടികളെ ബാധിക്കില്ലേ? ഇപ്പോൾ ഈ അപ്പീലിന് പോകുന്ന വിദ്യാർത്ഥികളുടെ തന്നെ ബുദ്ധിമുട്ട്, അവർക്ക് പ്രവേശനം നേടാനുള്ള സാഹചര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കില്ലേ എന്നതാണ്. ഇതിന്റെ കേസ് ഇപ്പൊ 2024 കീമിന്റെ ആദ്യ അലോട്ട്മെന്റ് എന്നായിരുന്നു വന്നത്? ഓഗസ്റ്റ് 4 ആയിരുന്നു. ഇപ്പൊ തന്നെ കുറച്ചു മുമ്പ് നിങ്ങൾ തന്നെ പറഞ്ഞു ജൂലൈ 16 ഇതിന് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ട് ജൂലൈ 18 ആദ്യ അലോട്ട്മെന്റ് വരും എന്നാ പറഞ്ഞത്. ഓഗസ്റ്റ് 4 വന്നിട്ടും കഴിഞ്ഞ വർഷം ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ഡിലേ അതിന് മാത്രം വലിയ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. ഒന്നാമത്തെ കേസ്, കാരണം AICTE ഒരു റൂൾ ഉണ്ട് ഓഗസ്റ്റ് 18 മുമ്പ് അഡ്മിഷൻ പ്രൊസീജിയർ കഴിയണം എന്നുള്ളത്. പക്ഷെ സർക്കാർ വിചാരിച്ചാൽ തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇതിനേക്കാളൊക്കെ ഉപരി ഈ അഡ്മിഷൻ ലേറ്റ് ആവുമെന്ന് കരുതിയിട്ട് എന്താ പറയുക, ഒരു ഇൻജസ്റ്റിസിന്റെ കൂട്ട് നിൽക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. അതായത് ഓൾമോസ്റ്റ് 10,000-ഓളം റാങ്ക് കുറഞ്ഞ വിദ്യാർത്ഥികളുണ്ട്, ആദ്യത്തെ റാങ്ക് ലിസ്റ്റും രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റും വെച്ചിട്ട്. അപ്പം അവർക്ക് വേണ്ടി ശബ്ദിക്കണ്ടേ, അല്ലെങ്കിൽ അവരുടെ കാര്യം കൂടെ നോക്കണ്ടേ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ശ്രീ അജാസ് മുഹമ്മദ്, കേൾക്കാമോ എന്നെ? ശ്രീ അജാസ് മുഹമ്മദ്, ഇവിടെ ഇപ്പോൾ ഇൻജസ്റ്റിസ് ഉണ്ട്, അത് ഇല്ലാതാക്കാനാണ് ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നത് എന്നതാണ് സർക്കാരിന്റെ വാദം. വിദ്യാർത്ഥികൾക്ക് നീതി കിട്ടണം, അവിടെ ആ നീതി ഉറപ്പാക്കുക എന്നതായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം, മറ്റ് ലക്ഷ്യങ്ങളില്ല എന്നതാണ് സർക്കാർ ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ കോടതി എന്താണ് പറഞ്ഞത്? ഈ പ്രോസ്പെക്ടസിൽ പറഞ്ഞ വിധത്തിൽ വേണം ഇതിന്റെ പ്രവേശന നടപടികൾ, റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കൽ എന്നതാണല്ലോ കോടതി ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ അതിനുശേഷം അതിൽ മാറ്റം വരുത്തുന്നതാണ് ഇൻജസ്റ്റിസ് എന്ന നിലപാടിലേക്കാണ് കോടതി എത്തിയത്. ആ പ്രോസ്പെക്ടസ് പറഞ്ഞ വിധത്തിൽ ആണല്ലോ ഇപ്പോൾ പ്രവേശന നടപടികൾ നടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ വിദ്യാർത്ഥികൾക്കത് ഇൻജസ്റ്റിസ് ആകും എന്ന് നമ്മൾ പറയുന്നത്? അതായത് ഇവിടുത്തെ കേസിൽ ആർട്ടിക്കിൾ 14 അതായത് റൈറ്റ് ടു ഇക്വാലിറ്റിയുടെ നഗ്നമായ ലംഘനമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അത് പ്രോസ്പെക്ടസിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതിയിട്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. റൈറ്റ് ടു ഇക്വാലിറ്റി എന്നുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സിന് പ്രോസ്പെക്ടസ് മറികടന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, കോടതികൾക്ക് വിധിക്കാൻ പറ്റും. ഇതിനു മുന്നത്തെ ഒരുപാട് കേസസിൽ കോടതി, എസ്പെഷ്യലി സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയായിട്ടൊക്കെ സംബന്ധിച്ച ഒരുപാട് കേസസിൽ പ്രോസ്പെക്ടസിൽ ഇല്ലാത്ത തീരുമാനങ്ങൾ കോടതി എന്താണ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ ഫണ്ടമെന്റലി പറയുന്ന ഒരു കാര്യം റൈറ്റ് ടു ഇക്വാലിറ്റി ആർട്ടിക്കിൾ 14 അതായത് അപ്പം അതിന്റെ കേസിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം ഇവിടെ വളരെ കൃത്യമാണ്. കാരണം കഴിഞ്ഞ വർഷമൊക്കെ കുറച്ചും കൂടെ ബെറ്റർ റാങ്ക് കിട്ടുമായിരുന്നു എന്നുള്ളൊരു അസംഷനാണ്. പക്ഷെ ഇത്തവണ ക്ലിയർ ആണ്. ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്നും 10,000 റാങ്ക് ഒക്കെ താഴോട്ട് പോയ കുട്ടിയുണ്ട്. ഇപ്പം എന്നെ വയനാട് എന്നൊരു പയ്യൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ അച്ഛൻ ബെഡ് റിഡൺ ആയിരുന്നു വർഷങ്ങളായിട്ട്. അപ്പൊ അവന് ആദ്യത്തെ റാങ്ക് ലിസ്റ്റ് വന്നപ്പം ഒരു നല്ല ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവരൊക്കെ. പക്ഷെ ഇപ്പൊ ആ പയ്യന് ഇനി ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലേ കിട്ടുള്ളൂ. അപ്പം ഇത് പ്രശ്നമല്ലേ? ആൻഡ് അവന് +2 നല്ല മാർക്കും ഉണ്ടായിരുന്നു. അവന്റെ മാക്സിമം +2 മാർക്ക് എത്തിയിട്ടും അവന്റെ മാർക്ക് കുറക്കാൻ എന്ത് അധികാരം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന ചോദ്യം. അപ്പം ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കിട്ടിയ നിയമോപദേശം അങ്ങനെ തന്നെയാണ്. ഇത് റൈറ്റ് ടു ഇക്വാലിറ്റിയുടെ ലംഘനമാണ്. സുപ്രീം കോടതിയിൽ പോയാൽ അനുകൂല വിധി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അജാസ്, ഇവിടെ ഇപ്പോ ഈ റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നത് സത്യമാണ്. ആ വിഷയം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഇതിനു മുൻപ് തന്നെ ചർച്ചയായിട്ടുള്ളതാണ്. സർക്കാരിനെ സംബന്ധിച്ച് നടപടിക്രമങ്ങൾ കുറച്ച് വേഗത്തിലാക്കാമായിരുന്നു. കഴിഞ്ഞ പ്രവേശന നടപടികൾ തീരുമ്പോൾ തന്നെ ആ നിലയ്ക്കുള്ള നടപടികൾ എടുത്ത് മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഇക്വാലിറ്റി ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തിൽ മുന്നേറിയ സർക്കാർ അതിൻ്റെ നടപടിക്രമങ്ങൾ വൈകിപ്പിച്ചു. പ്രോസ്പെക്ടസ് തിരുത്തുന്നത് പോലും ഫലം പ്രഖ്യാപിക്കുന്നത് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് മാത്രമാണ്. അപ്പോൾ ആ വിധത്തിലൊക്കെ സർക്കാരിൻ്റെ ഭാഗത്ത് സമയബന്ധിതമായി ഇത് ചെയ്യുന്നതിൽ വീഴ്ചയുണ്ടായി എന്നത് വസ്തുതയാണ്. പക്ഷേ ഇനി ഇതൊരു നിയമ നടപടികളിലേക്ക് പോയാൽ അത് ഈ വിദ്യാർത്ഥികൾ, ഈ ഇക്വാലിറ്റിക്ക് വേണ്ടി ഇപ്പോൾ നിയമ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്ന വിദ്യാർത്ഥികളെ പോലെ തന്നെ അവരോടൊപ്പം തന്നെ പഠിച്ച് മറ്റൊരു സ്കീമിൽ പഠിച്ചു വന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെയും അവസരങ്ങളെയും ആണ് ബാധിക്കാൻ പോകുന്നത്. ഇതിൽ അവരും ആ വിദ്യാർത്ഥികളും യാതൊരു തരത്തിലും തെറ്റ് ചെയ്തിട്ടില്ല എന്നൊരു സാഹചര്യം കൂടിയില്ലേ?
ഇതിന്റെ ഒരു റിയാലിറ്റി എന്താന്ന് വെച്ചാല്, ഇപ്പം ഞാൻ കോഴിക്കോട് NIT ബിടെക് കഴിഞ്ഞ ആളാണ്. അപ്പം ഒരു 4 വർഷത്തെ ബിടെക് ജീവിതം, ഞാനിത് വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നതല്ല കേട്ടോ, പക്ഷെ അതിൻ്റെതായ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഒരു 4 വർഷത്തെ ബിടെക് ജീവിതത്തിൽ ഒരു മാസത്തെ ഡിലേ ഒന്നും എന്ത് ചെയ്യില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മാത്രമല്ല KTU എന്ന് പറയുന്നത് സർക്കാരിന്റെ അണ്ടറിലുള്ളതാണ്. ഈ കുട്ടികളൊക്കെ അഡ്മിഷൻ എടുത്താൽ KTUയുടെ അണ്ടറിൽ വരുന്നതാണ്. ഒരു സമ്മർ വെക്കേഷൻ കുറച്ച് അങ്ങോട്ട് നീട്ടിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതേപോലെ തന്നെ ആദ്യം കേസ് കൊടുത്തപ്പോൾ ഒന്നും ഈ ഒരു പ്രശ്നം ഇല്ലല്ലോ, ഇത് നിയമപ്രവേശന നടപടി നീളുന്നുള്ള ഒരു വിഷയമൊന്നുമില്ലല്ലോ. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ മാത്രം ഇതെന്താ ഇങ്ങനെ ഒരു വാദം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആൻഡ് ഒത്തിരി ഒന്നും എടുക്കാൻ പോകുന്നില്ല ഇതിന്റെ കേസ്. ജയിക്കോ തോക്കോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു ഇൻജസ്റ്റിസിനെതിരെ എന്തായാലും എന്ത് ചെയ്യും, നമ്മൾ അവസാനം വരെ പോരാടും, എത്ര ലേറ്റ് ആണെങ്കിലും. എത്ര കുട്ടികൾ ഉണ്ട് ഇപ്പോൾ ഈ രീതിയിൽ നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നവരിൽ? ആയിരക്കണക്കിന് കുട്ടികൾ തയ്യാറാണ്. അപ്പൊ നിലവിൽ നമ്മൾ ഒരു 10-ലേറെ കുട്ടികളുടെ പരാതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സുപ്രീം കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സ്വാഭാവികമായും ഈ കുട്ടികൾ നിയമ പോരാട്ടത്തിന് പോയാൽ CBSE സ്കീം വഴി വന്നിട്ടുള്ള അവരും ആ കുട്ടികളും സ്വാഭാവികമായും അതിൽ കക്ഷി ചേരും. അത് വലിയ നിയമ പോരാട്ടത്തിലേക്ക് തന്നെ നയിക്കും. ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, ഇപ്പോൾ മറ്റൊരു സ്കീമിൽ വന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നവർ ഈ പ്രോസ്പെക്ടസ് വിശ്വസിച്ച് അതനുസരിച്ചായിരിക്കും ഇതിൻ്റെ പ്രവേശന നടപടികൾ എന്ന് കരുതി എക്സാം എഴുതി ഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളാണല്ലോ. അവർ ഇതിലെ ഒരു തരത്തിലും ഇൻവോൾവ്ഡ് അല്ല. നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടായിട്ടുള്ള വീഴ്ച, അവിടെ സമയബന്ധിതമായി ഈ കാര്യങ്ങൾ നടക്കാത്തതിലുള്ള വീഴ്ചയാണല്ലോ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ കൊടുക്കുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഈ നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നത് മൂലം ആകെ ഈ രണ്ട് തരത്തിലും വിദ്യാർത്ഥികൾ തന്നെയാണ് ബുദ്ധിമുട്ടാൻ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, എന്താ ഇവിടെ ബുദ്ധിമുട്ടുണ്ടാവാൻ പോകുന്നത്? പ്രവേശന നടപടികൾ വൈകിയാൽ എല്ലാ വിദ്യാർത്ഥികളെയും അത് ബാധിക്കില്ലേ? വൈകും. 1 മാസോ 2 മാസോ വൈകിയെന്ന് കരുതുക, അതിലപ്പുറം ഒന്നും എന്തായാലും പോവില്ലല്ലോ. അതൊരു തരത്തിലും ബാധിക്കില്ലേ? ഇപ്പോ മറ്റ് കോഴ്സുകൾ, ഇതിന്റെ സാഹചര്യവും സാധ്യതയും മനസ്സിലാക്കിയിട്ട് മറ്റ് കോഴ്സുകളിൽ അല്ലെങ്കിൽ വിദേശ പഠനത്തിനൊക്കെ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇതെന്താകും എന്നറിഞ്ഞിട്ടാകും അവർ മറ്റ് ഡിസിഷൻസ് എടുക്കുക. അപ്പോൾ റാങ്കിന്റെ കാര്യത്തിൽ പോലും ഒരു കൃത്യതയില്ല, അത് അറിയാൻ കാത്തിരിക്കേണ്ടി വരുന്ന സാഹചര്യം, കോടതി എന്ത് ഇടപെടൽ അതിൽ നടത്തുമെന്നൊക്കെയുള്ള ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായാൽ അത് ഒരുപാട് കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണ്. നിങ്ങൾ കരുതുന്നുണ്ടോ ഇത് 1 മാസം 2 മാസമൊക്കെ കഴിഞ്ഞിട്ട് ആ കോടതി അന്തിമ വിധി പുറപ്പെടുവിക്കാൻ പോകുന്നു എന്നുള്ളത്? പല കേസിലും, ഇപ്പൊ കഴിഞ്ഞ വർഷം നീറ്റിന്റെ കേസ് ഉണ്ടായിരുന്നു, വളരെ അടിയന്തരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കോടതി ഇടപെട്ടിട്ടുണ്ട്. ഒരു നിയമ നടപടിയും എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ വന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഡിലേയും വന്നിട്ടില്ല. ആ ഒരു പ്രതീക്ഷ തന്നെയാണ്. ഞങ്ങൾക്ക് ഇത് അനന്തമായിട്ട് നീളണമെന്ന ആഗ്രഹമില്ല. ഞങ്ങളെ സംബന്ധിച്ചും ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്, വിദേശ പഠനം ആയിക്കോട്ടെ, വേറെ കോഴ്സുകളായിക്കോട്ടെ. അപ്പം അതിലൊക്കെ നമുക്കും എന്തുണ്ട്, ആശങ്കകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഒരു ഇൻജസ്റ്റിസ് നടത്തിക്കൊണ്ട്, അതായത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എഞ്ചിനീയറിംഗ് പ്രവേശനത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഘടകമാണ് ഏത് കോളേജ്, ഏത് കോഴ്സ് എന്നുള്ളത്. അപ്പം ഈ ഒരൊറ്റ രണ്ടാമത് റാങ്ക് ലിസ്റ്റ് വന്നത് കാരണം ചില കുട്ടികൾക്കൊക്കെ എന്താണ്, ഒരു CET കമ്പ്യൂട്ടർ സയൻസ്, കേരളത്തിലെ ഏറ്റവും നല്ല ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജാണ് CET, അവിടെ കമ്പ്യൂട്ടർ സയൻസ് കിട്ടേണ്ട പല കുട്ടികൾക്കും അതിനേക്കാൾ 4ഓ 5ഓ ഇത് പൊസിഷൻ പുറകിലുള്ള കോളേജുകളിലാണ് അഡ്മിഷൻ കിട്ടുന്നത്. ആൻഡ് ഇത് അവരുടെ ലൈഫ്, കരിയർ തുടങ്ങിയ എല്ലാ കാര്യത്തിലും ഭയങ്കരമായി ബാധിക്കും. അപ്പം എന്താ പറയുക, 1-2 ആഴ്ചത്തെ ഡിലേനേക്കാൾ എത്രയോ ബുദ്ധിമുട്ടാണ് ഈ ഒരു സാഹചര്യം. ഇപ്പോൾ പഴയ രീതി അനുസരിച്ചുള്ള പ്രവേശന നടപടികളാണല്ലോ നടക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ പിന്തുടർന്നു വന്ന പ്രവേശന നടപടികൾ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരുന്നത് അത് പ്രകാരം എന്നതാണ്. അപ്പോൾ അതനുസരിച്ച് പോകുമ്പോൾ ഈ ഇൻജസ്റ്റിസ് ആരെ സംബന്ധിച്ചാണ് കൂടുതൽ വ്യക്തമാകുന്നത്? ഈ പ്രോസ്പെക്ടസ് ഫലം വരുന്നതിന് 1 മണിക്കൂർ മുമ്പ് മാത്രം തിരുത്തി എന്ന ഒരു കാര്യം വരുമ്പോൾ അത് ആർക്കായിരിക്കും ഇതിൽ വെയിറ്റേജ്, ആരുടെ വാദങ്ങൾക്കായിരിക്കും നൽകുക എന്നൊരു ചോദ്യമില്ലേ? നമ്മൾ നേരത്തെ പിന്തുടർന്ന മാർഗത്തിലേക്ക് തിരിച്ചു പോവുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതാ പറഞ്ഞത്, 100% ഈ കേസ് ഞങ്ങൾ ജയിക്കുന്നു എന്നറിയില്ല. ചിലപ്പോൾ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ നമ്മൾ ഹർജി കൊടുക്കുമ്പോൾ തന്നെ സുപ്രീം കോടതി പറയുന്നത് ഇതൊന്നും നടക്കൂല എന്നുള്ളത്. പക്ഷെ ഞങ്ങളൊരു ട്രൈ ചെയ്യാണ്. കേരളത്തിലെ 80,000-ഓളം വരുന്ന കീം എഴുതിയ കുട്ടികൾക്ക് വേണ്ടി ഒരു ട്രൈ ചെയ്യുന്നു, അത്രമാത്രം.